വണക്കം മക്കളെ, സൊല്യൂഷൻ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റിക്വസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു. ആരോട്ടും മൈൻഡ് ചെയ്തില്ല. വീഡിയോ ഒരു 1000-1500 പേരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് വലിയ കാര്യമാണെന്നൊന്നുമല്ല, പക്ഷേ എനിക്കത് വലിയ കാര്യമാണ്. പിന്നെ ആരോട്ട് സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാട്ടോ ഗുണം. ഞാനിടുന്ന യമ്മി റെസിപ്പീസൊക്കെ കാണാമല്ലോ. നമുക്കിന്ന് നോക്കാം നല്ലൊരു മസാല ഷവായ നമ്മുടെ വീട്ടിൽ തന്നെ. ആദ്യം കുറച്ച് തൈര്, ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. അതാണ് തൈര്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ്, നമ്മുടെ നെയ്യ് ഉരുക്കിയിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നോക്കി. ചിക്കൻ നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആകും കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അണിയൻ പൗഡർ, ഗാർലിക് പൗഡർ. ഇത്ര മതി നമ്മുടെ ചിക്കനിൽ പുരട്ടി വയ്ക്കാൻ. അത് ഞാൻ ചിക്കൻ ആദ്യമേ വരയില്ല. അത് ഇതിനകത്ത് മസാലയ്ക്കകത്ത് ഇട്ടതിന് ശേഷം അതിനെ നന്നായിട്ട് കുത്തി അത് മസാലയ്ക്ക് അതിൽ പിടിക്കും. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം എയർ ഫ്രയറിനകത്ത് ഒരു ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അത് 190 ഡിഗ്രീസിൽ സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് ഞാൻ അതിനെ ഒന്ന് ഇത് ചെയ്തു. അതിന് ശേഷം അത് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 190 ഇതിൽ 10 മിനിറ്റ്സും കൂടെ ഞാൻ എയർ ഫ്രൈ ചെയ്തു. എയർ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ബാക്കി വന്ന മസാല അതിൻ്റെ പുറത്ത് തേച്ചിട്ട്, ഇതാണ് കേട്ടോ ഇതിൻ്റെ മസാല ഷവായുടെ ഒരു ടേസ്റ്റ്. വീണ്ടും ഒരു 200 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് ഞാൻ ചുമ്മാ ഒന്ന് ഇതാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പ്ലേറ്റിനകത്ത് മയണൈസും കെച്ചപ്പും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. അത് കുളമായി. പിന്നെ ഞാൻ അതിനെ കൂടുതൽ കുളമാക്കി. കുറച്ച് കുക്കുംബർ സാലഡും വെച്ചിട്ട് നമ്മുടെ ഈ റെഡിയായ മസാല ഷവായ അങ്ങോട്ട് വെക്കാം. ഇതിൻ്റെ മുകളിൽ ആ ഒരു മസാലയൊക്കെ നമുക്ക് ഇങ്ങനെ തേച്ചിങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ.